നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഈ പ്രക്ഷോഭം കണ്ടില്ലേ, നിങ്ങൾ ഈ സെക്സ് കലർന്ന രൂപത്തിലല്ലാതെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് തെറിയല്ലാത്ത രൂപത്തിൽ ഒരു കമന്റ് എഴുതാൻ അറിയാമോ? നിങ്ങൾക്ക് സഭ്യമായി മനുഷ്യനോട് സംസാരിക്കാൻ അറിയാമോ? ഈ ചാറ്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് നോക്കാം. നമ്മുടെ അഡ്മിന്മാര് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ് അനാവശ്യമായിട്ടുള്ള കമന്റ്സിന് മറുപടി പറയാനും അവരെ പ്രതിരോധിക്കാനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ സമാധാനത്തിന്റെ മതം, നമ്മുടെ സമാധാനത്തിന്റെ ആശയം എത്രമാത്രം ഭീകരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അത് മതിയാകും. ഇതിനകത്തെ വിവരക്കേട് പറയാനാണ് എന്റർടൈൻമെന്റ് വേൾഡിനോട് പറഞ്ഞത്. ഈ മതം നശിക്കത്തില്ലപ്പ. അങ്ങനെ പെട്ടെന്ന് നെഗറ്റീവ് എനർജികൾ പെട്ടെന്ന് ഇല്ലാതാകുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. നമുക്കിനിയും ശ്രമകരമായ രൂപത്തിൽ വലിയ ജോലിയുണ്ട് ഇവിടെ. അത്ര പെട്ടെന്നൊന്നും അതങ്ങനെ മാറിക്കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്നത്ര രൂപത്തിൽ എളുപ്പവുമല്ല അതൊന്നും. അപ്പോ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തില് നമുക്കിതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റേ ആ വിഷയമാണെങ്കിലും ശരി, ബംഗാളിലെ അതും ആരെയാണ് ബാധിക്കുന്നത്? ഇതിനെല്ലാത്തിലും കടന്നു വരുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മതമാണ്. എന്നാൽ ഒരു ഭാഗത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതിന് കുറവൊന്നുമില്ല. ഇസ്രായേലിൽ ഇപ്പോ നെതന്യാഹു, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ 1,00,000 പേരാണ് പരിക്കു പറ്റി കിടക്കുന്നത്. 50,000 ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്, കൊല്ലപ്പെട്ടത്, ഇസ്രായേൽ കൊന്നത്. അതേപോലെ ഹമാസ് പോയിട്ട് എത്ര പേരെ കൊന്നു? 1,400 പേരെ, 1,200 മുതൽ 1,400 പേരെ കൊന്നു. 257 പേര് പിടിച്ച് ബന്ദികളാക്കി. അതിന്റെ പേരിൽ വലിയ രൂപത്തിൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്നതാരാ? ഗാസയിലെ ജനത കൊടുത്തു വാങ്ങിച്ചതല്ലേ അല്ലേ? ഇനി ഭൂകമ്പമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും കടല് കടന്ന് അഭയാർത്ഥികളായിട്ട് ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നതിനിടയിൽ ചത്തൊടുങ്ങുന്നതും ഒന്നും കുറച്ചല്ല. ഇപ്പതാ 4,000-ഓളം പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു വലിയ ഭൂചലനമുണ്ടായി. 2 ആഴ്ചയ്ക്ക് ശേഷം മ്യാൻമാറിൽ വീണ്ടും ഭൂചലനമാണ്. എല്ലായിടത്തും പ്രശ്നങ്ങൾ. മ്യാൻമാറിൽ ശക്തമായിട്ടുള്ള ഭൂചലനം സംഭവിച്ചുകൊണ്ടിരിക്കുക. റിക്ടർ സ്കെയിലിന് 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടാണത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 35 കിലോമീറ്റർ ആഴത്തില് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മാർച്ച് 28 7.7% തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് കര കയറുന്നതിന് മുമ്പ് തന്നെ അടുത്ത ശക്തമായ ഭൂചലനമുണ്ടായി. മനുഷ്യൻ ഈ പ്രകൃതിയോട് ചെയ്യുന്നതിനെല്ലാം അനുഭവിക്കാതെ പോകില്ല. നമ്മൾ എന്തു വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തെടുക്കണമല്ലോ. എല്ലാവരും കൊയ്തെടുക്കില്ല, അത് വേറെ. കർമ്മ എന്നതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നെങ്കിലും ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടും, ഒരു പരിധി വരെ. എല്ലാവർക്കും കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച 4.1 തീവ്രതയുള്ള ഭൂകമ്പം മ്യാൻമാറിൽ ഉണ്ടായി. 10 കിലോമീറ്റർ ആഴത്തിലാണ് അന്നത് റിപ്പോർട്ട് ചെയ്തത്. അന്നുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മാർച്ച് 28 ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ 3,649 പേരാണ് കൊല്ലപ്പെട്ടത്. 5,000-ലധികം പേർക്ക് പരിക്കേറ്റു. മ്യാൻമാറിലെ 2ാമത്തെ വലിയ നഗരമായിട്ടുള്ള മൻഡാലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവർ കുറച്ചാണോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കുറച്ച് പേരാണോ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കുറച്ച് പേരാണോ ജനിച്ചുകൊണ്ടിരിക്കുന്നത്? 10 പേര് മരിക്കുമ്പോൾ 1000 പേര് ജനിക്കുവാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ നെതന്യാഹുവിനോട് ഹമാസ് നേതാവ് പറഞ്ഞതാ, നിങ്ങൾ എത്ര കണ്ട് ഞങ്ങളെ കൊന്നൊടുക്കുന്നോ അതിന്റെ 10 ഇരട്ടി വരുന്ന 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന്. അത്രയ്ക്ക് അവരിൽ അത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഗുരുതരമായ നാശനഷ്ടമോ ആളപായങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മാർച്ച് 28 ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഭൂചലനമാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ഭീതിയിലുമാണ്.
അന്നത്തെ ഭൂകമ്പത്തിന് പിന്നാലെ നിരവധി തുടർ ചലനങ്ങൾ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും ആളപായങ്ങളില്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 468 തുടർ ചലനങ്ങളാണ് ഉണ്ടായത്. എന്നാൽ 4 വർഷമായി ആഭ്യന്തര യുദ്ധത്തിന് നടുവിലുള്ള മ്യാൻമാറിന്റെ പ്രതിസന്ധി ഭൂചലനത്തിന് ശേഷം കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തും മ്യാൻമാറിന്റെ സൈനിക നേതാക്കൾ ജനാധിപത്യ അനുകൂല ഗ്രൂപ്പുകൾക്കെതിരെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾക്ക് മതഭരണം സ്ഥാപിക്കണം, ജനാധിപത്യത്തിനെതിരെ. എന്റർടൈൻമെന്റിനെ ഓടിച്ചുവിടാം. കുറെ നേരമായല്ലോ ചോടിയുന്നു. പോട്ടെ, നമുക്ക് ഇത്ര ആളുകളെയൊന്നും ആവശ്യമില്ല. ചുമ്മാ വേസ്റ്റ് വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതല്ല. അത് എന്തിനാണ് ഇതൊക്കെ? അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുന്നത് പോലെയാണ് നമ്മൾ വലിയ രൂപത്തിൽ അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് വേണ്ടത് സുഖഭോഗങ്ങളാണ്. പുത്രമിത്ര കളത്രാദി സംഘമാം എത്രയും അല്പകാലസ്ഥിത മൂർക്കനീ. അല്പകാലസ്ഥിത മൂർക്കനീ. ഭാര്യ, മക്കൾ, കളത്രം, ഭാര്യ, പുത്രമിത്ര കളത്രാദി എല്ലാം, ഭാര്യ, ഭർത്താവ്, മിത്രങ്ങള്, മക്കള്, ഇതെല്ലാം ഇത്രക്കിത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. എന്നാലും മനുഷ്യൻ പരസ്പരം എന്തിനോ വേണ്ടി കലഹിക്കുവാണ്. അതുപോലെ മ്യാൻമാറിൽ ശക്തമായിട്ടുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആ ഭൂകമ്പത്തെ തുടർന്ന് മാർച്ച് 28 ഭൂകമ്പത്തെ തുടർന്ന് വീണ്ടും 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 ചെറുതും വലുതുമായ അനേകം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അവര് ജനാധിപത്യത്തിനെതിരെ സംഘടിതമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടത് മതരാജ്യമാണ്. 4000 എന്നല്ല 40,000 ആളുകൾ കൊല ചെയ്യപ്പെട്ടാലും ശരി, ഈ ഭൂകമ്പമല്ല, ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, അവർക്ക് വേണ്ടത് മതം 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 മതമാണു 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 ഞങ്ങളുടെ പ്രശ്നം എന്നിവർ വെറുതെ പറയുന്നതല്ല. ഇവരുടെ ആത്യന്തികമായ പ്രശ്നം മതമാണ്, സംശയമില്ല. ഇവർക്ക് എവിടെ ചെന്നാലും ഇവരെ അഭയാർത്ഥികളായി പലയിടത്തും ചെന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അഭയാർത്ഥികളായി ചെന്ന രാജ്യങ്ങളിലെല്ലാം ഇവർ ഇവരുടേതായിട്ടുള്ള ആശയങ്ങൾ, മതങ്ങൾ, നിലപാടുകൾ, നിയമങ്ങൾ, നടപടികൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ അവരെ ചവിട്ടിയെടുത്ത് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് ഇപ്പോ സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷതയിൽ ബംഗാളിൽ നടക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ബംഗാൾ കത്തുന്ന സമയത്ത് ചായ കുടിച്ച് ഉല്ലസിക്കുന്ന ഫോട്ടോയുമായി യൂസഫ് പത്താൻ. അതിനെ വിമർശിക്കാനും ആളുകളുണ്ട്, അതിനെ അനുകൂലിക്കാനും ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അതേ വത്സല, നെതന്യാഹു പടച്ചവന്റെ ഒക്കെ എത്രയോ മുകളിലാണ്. ഹിറ്റ്ലർ പടച്ചവനെക്കാട്ടിലൊക്കെ എത്രയോ മുകളിൽ. ഞാൻ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ പറഞ്ഞിരുന്നു. ഹിറ്റ്ലറും നെതന്യാഹുവും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. ഗോവിന്ദച്ചാമി ഒരു സൗമ്യയോട് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഒരു ജിഷയോട് മാത്രമേ അമീറുൽ ഇസ്ലാം അത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതിനനുസരിച്ച് ലക്ഷക്കണക്കിന് ജൂതന്മാരെ ചുട്ടുകൊല്ലാൻ അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ ആണോ ദുഷ്ടൻ അതോ പടച്ചോനാണോ ദുഷ്ടൻ എന്ന് ചോദിക്കുമ്പോൾ ദാ ഞങ്ങളുടെ പടച്ചോനെ ഇങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല, പറയും.